ചോദ്യം: പള്ളിയിൽ ബിദഅകളുടെ ജമാഅത്ത് നടക്കുമ്പോൾ സുന്നികൾക്ക് അവിടെ വേറൊരു ജമാഅത്ത് നടത്താമോ? രണ്ട് ജമാഅത്ത് ഒന്നിച്ച് നടക്കുന്നത് തെറ്റാണോ? ഉത്തരം: ജനങ്ങൾ സാധാരണ വന്നുകൊണ്ടിരിക്കുന്ന പള്ളിയല്ലെങ്കിൽ പള്ളി ജമാഅത്തിന് മുമ്പോ ശേഷമോ ഒപ്പമോ മറ്റൊരു ജമാഅത്ത് നടത്താവുന്നതല്ല. ജനങ്ങൾ നിരന്തരം വന്നുപോയിക്കൊണ്ടിരിക്കുന്ന പള്ളിയാണെങ്കിൽ രണ്ട് ജമാഅത്ത് ആവാം. പള്ളി ബിദഅകളുടേതാണെങ്കിലും ഇത് തന്നെ വിധി. എന്നാലും ബിദഅകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തിൽ പങ്കെടുക്കരുത്. ചോദ്യം: ഭാര്യയ്ക്കും ഭർത്താവിനും ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കാമോ? സ്ത്രീകൾക്ക് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിലേക്കോ മൈതാനത്തേക്കോ പോകാമോ? ഉത്തരം: ഭാര്യ ഭർത്താക്കന്മാർ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് വിരോധമില്ല. അതിന് ജമാഅത്തിൻ്റെ ശ്രേഷ്ഠത ലഭിക്കുന്നതാണ്. പെരുന്നാൾ നിസ്കാരത്തിനും അല്ലാത്ത നിസ്കാരത്തിനും പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാഅത്തിന് സ്ത്രീകൾ പങ്കെടുക്കുന്നതുകൊണ്ട് നാശമുണ്ടാകുമെന്ന് ഭയപ്പെടുന്ന പക്ഷം ആ ജമാഅത്തിന് വേണ്ടി പുറപ്പെടുന്നത് ഹറാമാണ്. ഇക്കാര്യം ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ വിലക്കിയതിനാൽ അപകട സാധ്യതയുള്ള നമ്മുടെ കാലത്തെ സംബന്ധിച്ച് പറയേണ്ടതില്ലെന്നാണ് ഇമാം തഖിയുദ്ദീൻ ദിമഷ്ക് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായം. ഖുലഫാഉ റാഷിദീൻ്റെ കാലഘട്ടത്തിലും സ്ത്രീകൾ നിസ്കാരത്തിന് പുറപ്പെടുന്നത് വിലക്കപ്പെട്ടിട്ടുണ്ടെന്ന് ഇമാം അബൂ മുഹമ്മദുൽ ഉന്ദുലൂസി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ മദ്ഹബിൻ്റെ വീക്ഷണമെന്നും ഇതനുസരിച്ചാണ് ഫത്വ നൽകേണ്ടതെന്നും ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചോദ്യം: മഅ്മൂമിന് ഇമാം സലാം വീട്ടിയ ശേഷം നിസ്കാരം ദീർഘിപ്പിക്കാമോ? ഉത്തരം: ഇമാം സലാം വീട്ടിയ ശേഷം മഅ്മൂം അത്തഹിയ്യാത്തിൽ തന്നെ തുടരുന്നതിന് വിരോധമില്ല. ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടും. എങ്കിലും ഇമാമിൻ്റെ ഉടനെ സലാം വീട്ടലാണ് ശ്രേഷ്ഠം. മഅ്മൂം നിസ്കാരം ദീർഘിപ്പിക്കുന്നത് സംബന്ധിച്ച് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു: ഇമാമിൻ്റെ ഒന്നാം സലാമോടുകൂടി തുടർച്ച അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മഅ്മൂമിന് തുടർന്നും ദുആ പോലുള്ളവയിൽ വ്യാപ്തനാകാവുന്നതും പിന്നെ സലാം വീട്ടാവുന്നതുമാണ്. ചോദ്യം: മറ്റൊരാൾ തുടരുമെന്ന പ്രതീക്ഷയിൽ ഇമാമത്ത് കരുതി ഒരാൾ നിസ്കാരം തുടങ്ങി. എന്നാൽ പ്രതീക്ഷിച്ചയാൾ തുടർന്നില്ല. അപ്രകാരം ഒരാൾ ഒറ്റക്ക് നിസ്കാരം ആരംഭിച്ചു. ഇടയ്ക്ക് മറ്റൊരാൾ തുടർന്നു. അപ്പോൾ ഇമാമത്ത് കരുതാമോ? ഉത്തരം: മറ്റൊരാൾ തുടരുമെന്ന് കരുതി ഇമാമത്ത് കരുതുകയും പ്രതീക്ഷിച്ചയാൾ തുടരാതിരിക്കുകയും ചെയ്താൽ ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടില്ല. കാരണം ജമാഅത്ത് നടന്നിട്ടില്ലല്ലോ. ഇടയ്ക്ക് വെച്ച് ആരെങ്കിലും തുടർന്നാൽ അപ്പോൾ ഇമാമത്തിന് കരുതാമെന്നും അതുമുതൽ ജമാഅത്തിൻ്റെ പ്രതിഫലം കിട്ടുമെന്നും തുഹ്ഫയിൽ കാണാം. ചോദ്യം: ഇമാമിൻ്റെ ശബ്ദം എത്തിച്ചു കൊടുക്കാൻ മുബല്ലിഗിനെ നിശ്ചയിക്കൽ സുന്നത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഇദ്ദേഹം നിശ്ചിത സ്ഥലത്ത് നിൽക്കണമെന്നുണ്ടോ? ഉത്തരം: ഇമാമിൻ്റെ ഇന്തിഖാലാത്തുകൾ, അതായത് പോക്കുവരവുകൾ മഅ്മൂം അറിയൽ നിർബന്ധമാണ്. അറിയുന്നില്ലെങ്കിൽ ഒരാൾ ഇമാമിൻ്റെ തക്ബീർ മറ്റുള്ളവരെ അറിയിക്കൽ സുന്നത്താണ്. ഇയാൾ ഇന്ന സ്ഥലത്ത് നിൽക്കണമെന്ന് നിബന്ധനയില്ല. ചോദ്യം: ഓരോ നാട്ടിലും ഫർള് നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ ഫർള് കിഫയാണല്ലോ. പള്ളിയിൽ കഴിയുന്ന വിദേശികളായ മുദരിസും മുതഅല്ലിങ്ങളും മാത്രം ആ ജമാഅത്ത് നിർവഹിച്ചാൽ ഫർള് കിഫ നിറവേറുമോ? ഉത്തരം: മുദരിസും മുതഅല്ലിങ്ങളും അതാത് നാട്ടിലെ താമസക്കാരാണല്ലോ. ആ നിലക്ക് അവർ യാത്രക്കാരല്ല. അതിനാൽ അവർ ജമാഅത്ത് നിർവഹിച്ചാൽ ഫർള് കിഫ നിറവേറുന്നതാണ്. എന്നാൽ ഇവരെ കണ്ടുവച്ച് മഹല്ലുകാർ മാറി നിൽക്കാൻ പാടുള്ളതല്ല. യാത്രക്കാർക്ക് ജമാഅത്ത് സുന്നത്ത് മാത്രമാണ്.